കണ്ടില്ലേ വരവുണ്ട്. പരിപാടി ജസ്റ്റ് ഓണായിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് പിന്നെ ആ ഇരിക്കുന്നത് അമ്മ സ്ഥലം നടത്തിരിക്കും. സംഗീതമായിട്ട് നമ്മൾ കുഞ്ചൂസിനെ മേക്കപ്പ് ചെയ്തത് മേക്ക് ഓവർ ബൈ നമിയ എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. സംഗീതമായിട്ട് നമ്മളൊരു ജിൽ ലുക്കാണല്ലോ വിചാരിച്ചത്. അതുപോലത്തെ ഒരു മേക്കപ്പ് കൂടിയായിരുന്നു. ഭയങ്കര ഗ്ലോയിങ് ആയിട്ടുള്ള നല്ല രസമുള്ളൊരു മേക്കപ്പ് ആയിരുന്നു കേട്ടോ. മാത്രമല്ല അന്നത്തെ ഡാൻസും പാട്ടും എല്ലാം കഴിഞ്ഞ് നൈറ്റ് ആയപ്പോഴും മേക്കപ്പ് അതുപോലെ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എന്തായാലും ഇവരെ തന്നെ ബുക്ക് ചെയ്തോ. എല്ലാവരും ഓരോരുത്തരുടെ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഫാമിലി വന്നു, ഇതിൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലി വന്നിട്ടുണ്ട്. ഇന്ത്യക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ മാമനാണ് കേട്ടോ. ഒരു ഹഗ് കൊടുക്കും. പിന്നെ ഞാൻ ഇന്നിട്ട് ഈ ഒരു റെഡ് ചുരിദാർ നമുക്ക് കലിസ്റ്റാണ് കേട്ടോ ഡിസൈൻ ചെയ്ത് തന്നത്. ഞാനൊരു മോഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഹാൻഡ് വർക്കും അതുപോലെ ഈ കളറും ഈ പാറ്റേണും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമായിട്ടുണ്ട്. ഇനി വേറൊരു ഇവൻറ്റിൽ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് ഡ്രസ്സ്. ശരിക്കും കല്യാണത്തലേന്നാണ് ഇങ്ങനെ വീട്ടിലെ പരിപാടിയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ കല്യാണത്തലേന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൂടി ബാക്കിലാണ് കേട്ടോ. അതായത് ഇന്ന് സെപ്റ്റംബർ 11 തേഴ്സ്ഡേ ആണ്. നമ്മുടെ കല്യാണം വരുന്നത് സെപ്റ്റംബർ 13 സാറ്റർഡേയിലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഫ്രൈഡേ ഞങ്ങളൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഈ കല്യാണത്തലേന്നൊക്കെ ആകുമ്പോൾ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഉറങ്ങുമ്പോഴത്തേനും എണീക്കാനായി വീണ്ടും കല്യാണമായി. അപ്പോൾ ഭയങ്കര ഒരു റഷ് ആവൂലേ. അതുകൊണ്ട് കല്യാണത്തലേന്ന് ഒരു ദിവസം ബാക്കിലാണ്. അതിൻ്റെ ഇടയിൽ ഫ്രൈഡേ ഒരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ ഫുള്ള് എന്താ പറയുക, നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാം, ഒന്ന് റിലാക്സ് ആവുമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷെ നടക്കൂല കേട്ടോ. കാരണം നാളെ ചെയ്യാനും ഒരുപാട് പരിപാടികൾ പെൻഡിങ്ങിലുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ കുറേ കാലമായി ഓടിയിട്ട് ഇത്രയ്ക്കുള്ളൂ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇത് രസമായില്ല എന്നോ സംതിങ് എന്തോ അങ്ങനത്തെ ഒരു കമൻറ്റ്. അതിപ്പോൾ സ്വന്തം വീട്ടിലൊരു കല്യാണം പ്ലാൻ ചെയ്യുന്നവർക്ക്, സ്വന്തം വീട്ടിലുള്ളൊരു കല്യാണം നടത്തിയവർക്കൊക്കെ അറിയണ്ടാവും. എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ ഭയങ്കര പെർഫെക്റ്റ് ആവില്ല. ചിലതൊക്കെ ഫ്ലോപ്പ് ആവും, ചിലത് രസമാവും, അങ്ങനെയൊക്കെ. പക്ഷെ എനിക്കെന്തോ ഈ ഒരു കല്യാണം, അതിൻ്റെ പ്രീ വെഡ്ഡിങ് ഫംഗ്ഷൻസ് എല്ലാം വിചാരിച്ച പോലെ തന്നെ ഭയങ്കര രസമായിട്ട് നടന്നു. അപ്പോൾ മെഹന്തിയുടെ ഔട്ട്ഫിറ്റിൻ്റെ കാര്യത്തിലൊക്കെ പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാവും. ഞങ്ങൾ ശരിക്കും ഇങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. ഒരു ഓണത്തിൻ്റെ ആ പോലത്തെ ഡ്രസ് കോഡും അവൾ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സും അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തത്. അതുപോലെ തന്നെ ആ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കുന്ന സമയമാണ്. തിരക്കിലാണ്.
സംഗീതത്തിന് ആക്ച്വലി ഞങ്ങൾ ഇനിയും ഒരുപാട് ഡാൻസുകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഗ്രൂപ്പായിട്ടും ഞങ്ങൾ ലേഡീസ് ഓൺലി ആയിട്ടും പെയറായിട്ടും അങ്ങനെയൊക്കെ. പക്ഷെ അതൊന്നും അങ്ങനെ വിചാരിച്ച പോലെ ഒന്നും കളിക്കാൻ പറ്റിയില്ല, കാരണം ആകെ ഒരു തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഒരുപാട് വട്ടം കളിക്കാത്തതുകൊണ്ട് തന്നെ ഇച്ചിരി കോർഡിനേഷൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കളിച്ചിട്ട് രസമില്ലാതെ അവിടേക്കാണ് നല്ലത് കളിക്കാതിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഭയങ്കര പ്ലാൻ ചെയ്ത് പഠിച്ച ഡാൻസുകളൊന്നും കളിച്ചില്ല. പിന്നെ ബോയ്സിൻ്റെ ഡാൻസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കോർഡിനേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരുപോലെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസം തോന്നി, അതുകൊണ്ട് അങ്ങനെ കളിച്ചു കേട്ടോ. പഠിച്ച ഡാൻസാണ് കുറച്ച് ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഫസ്റ്റ് ബോയ്സും കുഞ്ചുസുള്ള ഡാൻസ് ഫസ്റ്റ്. നെക്സ്റ്റ് വിഷയത്തെ വലിയ മോൻ അസുൽക്കാൻ രണ്ടാളും ഒന്ന് വലിയ വൈബില്ലെങ്കിൽ ഞാൻ എൻ്റെ ഒപ്പം ഇങ്ങനെ വൈബ് പിടിച്ച് പോവാണ്. നമ്മൾ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് എല്ലാവരും. അത്രയും വൈബായിട്ടാണ് ഇന്നത്തെ ദിവസം അല്ലേ? ഇന്നത്തെ സംഗീതമായിട്ട് സംഗീത സൂപ്പറാണ്. ഫാമിലി മൊത്തം റോക്ക് ചെയ്ത് ഇനി ടുമാറോ എന്ന മെയിൻ ഇവന്റ് വരാണ്. ഇൻഷാ അല്ലാ ഇതാണ് അടിപൊളിയാണ്. അത് ഭയങ്കര അടിപൊളി. നമ്മളിപ്പോൾ ലാവണ്ടർക്കാണ് ഒരു രക്ഷയില്ല. പരിപാടി ഇനിയും തകർക്കും. കണ്ടില്ലേ, എല്ലാം കണ്ടില്ലേ? ഞാനാകെ തടവായിരുന്നു. ഇതൊന്നും നല്ലത് മാത്രം പുറത്തു വിടാട്ടോ. പക്ഷെ അങ്ങനെയല്ല, നല്ല എൻജോയ് ചെയ്തു. ഞാൻ എങ്ങനെ വിചാരിച്ചിരുന്ന ഒരു സംഗീത നൈറ്റ് എന്നുള്ള സാധനം എനിക്ക് ശരിക്കും കിട്ടി. അതായത് വെറുതെ കുറേ കാണാൻ മാത്രം ഫോട്ടോയിലും വീഡിയോയിലും മാത്രം ആവരുതെന്ന് വിചാരിച്ച് അത് എക്സാക്ട്ലി പുറത്താവുക. അത് വന്ന് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഐ എം സോ ഹാപ്പി. എനിക്ക് ആകെ കൂടി വിചാരിച്ചൊരു കാര്യം ഈ കല്യാണത്തിൽ നടക്കാതിരുന്നത് ഈ സംഗീതമായിട്ടുള്ള ഡാൻസാണ്. കാരണം ഞങ്ങൾ ലേഡീസ് മാത്രമൊക്കെ ആയിട്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഒരുമിച്ച് കൊണ്ട് വരണ്ട, എല്ലാവർക്കും ഒരുപോലെ ഡാൻസ് കളിക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. ചിലർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആകുമ്പോൾ കോർഡിനേഷൻ മിസ്സായതുകൊണ്ടാണ് സംഗീതത്തിന് ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റാഞ്ഞത്. അത് ബോയ്സിൻ്റെ ഡാൻസ് ഭയങ്കര അടിപൊളിയായിട്ട് വന്നു. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് കളിക്കുമ്പോൾ അത് പലരും പല ഭാഗത്തും കളിച്ചിട്ട് അതൊരു ഫിനിഷിങ് ആയില്ല. അപ്പം കളിച്ചിട്ട് മോശമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് കളിച്ചില്ല. അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു മൈനസായിട്ട് തോന്നി, അല്ലെങ്കിൽ ഒരു സങ്കടം വന്നത്. അയ്യോ ഡാൻസ് കളിക്കാൻ പറ്റിയില്ല. അതല്ലാത്ത ബാക്കി പ്രീ വെഡ്ഡിങ് ഫംഗ്ഷൻസ് ആണെങ്കിലും വെഡ്ഡിങ് ആണെങ്കിലും എല്ലാം മനസ്സിലെങ്ങനെയാണോ സ്വപ്നം കണ്ടിരുന്നത്, മനസ്സിലെങ്ങനെയാണ് വിചാരിച്ചിരുന്നത് അതുപോലെ ചെയ്യാൻ പറ്റി കേട്ടോ. അൽഹംദുലില്ലാ, അത് ഭയങ്കര ഹാപ്പിയായി. ഇപ്പോഴും അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഒന്നും ഒരു കുറവും തോന്നുന്നില്ല. പക്ഷെ കാണുന്നവർക്ക് പല അഭിപ്രായം ഉണ്ടാവും കേട്ടോ. ചിലർക്ക് അത് രസമായില്ല, ഇത് രസമായില്ല, അയാളുടെ ഡ്രസ്സ് രസമില്ല, ഇയാളുടെ ഡ്രസ്സ് രസമില്ല, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എന്താ ഇങ്ങനെയൊക്കെ പല അഭിപ്രായവും ഉണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളല്ലേ. പക്ഷെ അത് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ. ഇതിലും വലുതായിരുന്നു വിചാരിച്ചിട്ടില്ല. എങ്ങനെയാണോ വിചാരിച്ച് അതുപോലെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ ഫംഗ്ഷൻസും. അല്ല ഞാൻ കണ്ടില്ലേ, നമ്മളെല്ലാരും ഫുൾ എൻജോയ് ചെയ്യുന്നില്ലേ? അടിപൊളിയായി സെറ്റ് ആക്കി തന്നിട്ടുണ്ട്. നിങ്ങളെ പാട്ടും കാര്യങ്ങളും ഒന്നും. സംഗീതത്തിലേക്ക് അടിപൊളിയായി. ഇനി നമുക്ക് കല്യാണത്തിന് ഇതിലേറെ അടിപൊളിയാക്കാം.
നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി കളിക്കാന്നൊക്കെ. ആ മറ്റേ ഓക്കെ. നമ്മളെ വീടും റൂമും നമ്മളെ ലഞ്ചും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവൾക്ക് പേടിയാണ് ഇക്കാന്റെ വണ്ടി പോവാൻ. എന്നാ ഈ ഷാജിന്റെ വണ്ടി കയറിയല്ലോ. ഇതിന് ഭയങ്കര പേടി. ഇക്കാന്റെ വണ്ടി ഒന്ന് കയറണല്ല. അങ്ങനെ സംഗീതമായിട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെഡിങ്ങിന് ഒരു ദിവസം കൂടി ഉള്ളൂ കേട്ടോ. ആ ഒരു ദിവസം ഞങ്ങൾ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് റെസ്റ്റ് ഒന്നും നടക്കില്ല. കാരണം ഇന്ന് ഞങ്ങൾക്ക് ഫൈനലായിട്ട് കുറച്ച് പർച്ചേസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ പോകുമ്പോ പെട്ടി എന്തൊക്കെ ആക്കിക്കൊണ്ട് പോവാനാണ് പെട്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. കാലിപ്പെട്ടിട്ട് പോയാൽ സിനിമയിലൊക്കെ അങ്ങനെയാണ്. എല്ലാം പെട്ടിയിലാക്കിട്ട് പോകും. എനിക്കും വേണൊരു പെട്ടി. ആരാണ് ട്രോളി ഉണ്ട് കളിക്കുന്നത് ലിസോ. പിന്നെ നമ്മൾ എമ്മച്ചിക്ക് അബായ ഡിസൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുഞ്ഞൂസിന്റെ ഹൽദിയുടെ ഡ്രസ്സൊക്കെ ചെയ്ത് അൽമൽക്കയിലാണ് കൊടുത്തത്. ഉമ്മാക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഹാൻഡ് വർക്ക് ഉള്ളൊരു അബായ വേണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ ഞങ്ങൾ അവിടെ പറഞ്ഞു 2-3 ദിവസം കൊണ്ടാട്ടോ അവർ റെഡിയാക്കി തന്നത്. നമ്മളുടെ അതേ നമുക്ക് ഡാർക്ക് ഗ്രീൻ ആണ് കളർ കോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. സെയിം കളറിൽ നല്ല അടിപൊളി ഹാൻഡ് വർക്കിൽ ഉമ്മാന്റെ അബായ ചെയ്തിട്ടുണ്ടായിരുന്നു. വെഡിങ്ങിന് അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ കുഞ്ഞൂസിന്റെ ലെഹങ്കിന്റെ താഴെ ഇതുപോലൊരു ഇങ്ങനെ ഈ തൂങ്ങി കിടക്കുന്ന ഇങ്ങനത്തെ ഒരു ഹാൻഡ് വർക്ക് കൂടി ചെയ്യണം നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതും അവർ തന്നെയാണ് ചെയ്തത് കേട്ടോ. പെരുന്തൽമണ്ണ അൽമൽക്ക് ഒരു എല്ലാവർക്കും അറിയണ്ടാവും. നമുക്ക് ഹൽദിന്റെ ഡ്രസ്സ് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ ഉമ്മാക്കും അവിടെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഉമ്മാന്റെ അബായ കൂടി നമ്മൾ അവിടുന്ന് ചെയ്യിച്ചത്. അതും വിചാരിച്ച പോലെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഹാൻഡ് വർക്കൊക്കെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫോട്ടോസൊക്കെ ഞാൻ വെഡിങ്ങിന് കാണിച്ചു തരാം. അത് കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഫ്ലവേഴ്സൊക്കെ അത് തലയിൽ വെക്കാനുള്ള കുറച്ച് പൂക്കളും പിന്നെ ബൊക്കെ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലവർ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കഴിഞ്ഞ് നമ്മൾ റെൻ്റൽ ഓർണമെൻറ്റ്സ് ഒക്കെ എടുക്കാണ്ടായിരുന്നു നാളെ വെഡ്ഡിങ്ങിന് ആവശ്യമായിട്ടുള്ളതൊക്കെ. അങ്ങനെ ഒരുവിധം പർച്ചേസൊക്കെ ഫിനിഷ് ചെയ്തു. ഞങ്ങളിത് ഒരുപാട് ദിവസമായിട്ട് ഇങ്ങനെ ഈ ഓട്ടോയിൽ പോക്ക് തന്നെയായിരുന്നു. ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് വെഡ്ഡിങ് പർച്ചേസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോയ്സ് ഒക്കെ എത്തി. അവരിവിടെ മോക്കയിലാണ് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്തത്. ഇത് ഊരിനില്ല, ഇങ്ങനെ തന്നെ കല്യാണത്തിന് പോയാൽ മതിയെന്ന് ചോദിക്കണേ. അപ്പൊ ഞാൻ ആ പൊയ്യാപ്പിളന്റെ അവസ്ഥയാണ് അല്ലെങ്കിൽ പൊയ്യാപ്പിളിന്റെ ഡ്രസ്സ് നാളെ എന്താണാവോ. ഇവിടെ വന്നപ്പോ 4 ആൾക്കാർ പൊയ്യാപ്പിളായിട്ടൊക്കെ ഉണ്ട്. ഇനി കൊണ്ട് അയച്ചിട്ട് രാവിലെ ഇടാം. ഞങ്ങള് ലേഡീസിന്റെ ഡ്രസ്സുമ്പോ പോലും ഇത്ര വർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് പിന്നെ 2ാമത്തെ വെഡിങ്ങിനുള്ള ഇപ്പറ്റുകളെ കൊണ്ട് ഒരു രക്ഷയില്ല. മനസ്സിൽ കൊഴങ്ങി എന്തൊരു കഷ്ടാണത്. ശല്യമായി തുടങ്ങിയവരൊക്കെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവരുടെ വെഡിങ്ങിന്റെ ഡ്രസ്സ് കാണാൻ. നല്ല വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. നിക്കാഹൊക്കെ ഉള്ളതല്ലേ. അതും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് എന്താ പറയാ കല്യാണ തലേന്ന് ഏകദേശം ഒരു 12-1 മണിയായപ്പോഴാണ് വീട്ടിലെത്തിയത്. എത്ര റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞാലും ലാസ്റ്റ് നിമിഷം വരെ ഓട്ടം തന്നെ ആയിരിക്കും. ഞങ്ങൾ ഒരുപാട് പേരുള്ളതല്ലേ. എല്ലാവരും എല്ലാ കാര്യങ്ങളും ശരിയാക്കി വരുമ്പോഴത്തേനും നല്ല ടൈം എടുക്കുമല്ലോ. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നാളെ വെഡ്ഡിങ് ആണ്. അപ്പോൾ അടുത്ത് നമ്മളുടെ വെഡ്ഡിങ്ങിന്റെ വ്ളോഗ് ആയിരിക്കും കേട്ടോ. ഒരുപാട് പേരെ ഇങ്ങനെ ചോദിക്കുന്നു പെട്ടെന്നുണ്ടെന്നൊക്കെ. അപ്പോൾ അതിന്റെ മുന്നേ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഇടയിൽ വീഡിയോ കൂടി ഇടാനുള്ള ടൈം എനിക്ക് കിട്ടൂല. അതുകൊണ്ടാണ് ഇത്രയും ലാഗ് ആവുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മളെ വെഡ്ഡിങ് വ്ളോഗ് ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.